ഹലോ ഫ്രണ്ട്സ്, ടുഗദർ വി ക്യാൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇന്റർനാഷണൽ ഓർഗനൈസേഷനും അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സുമാണ് നോക്കാൻ പോകുന്നത്. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ആൻഡ് ഹെഡ് ക്വാർട്ടേഴ്സ്. ആദ്യം നമ്മൾ നോക്കുന്നത് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്. ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് AIIB. അത് ബീജിംഗിലാണ്. ബീജിംഗ്, ചൈന. ബീജിംഗ്, ചൈന. ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്. ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് ഷങ്കായി, ചൈന. ഇത് രണ്ടും ഓർക്കാലോ. ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കും ന്യൂ ഡെവലപ്മെന്റ് ബാങ്കും രണ്ടും ചൈനയിൽ തന്നെയാണ്. ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ആകുമ്പോൾ ബീജിംഗ്, ന്യൂ ഡെവലപ്മെന്റ് ആകുമ്പോൾ ഷങ്കായി. ഇനി നമുക്കറിയാം ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ആണെങ്കിൽ മനില ഫിലിപ്പീൻസ്. മനില ഫിലിപ്പീൻസ് ആണ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്. അപ്പൊ നമ്മൾ 3 ബാങ്ക്സ് ആണ് ആദ്യം നോക്കിയത്. ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് ബീജിംഗ് ആണ് പറഞ്ഞത്. രണ്ടാമത് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് ഷങ്കായി, ചൈന. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് മാനില, ഫിലിപ്പീൻസ്. ഓക്കെ ആണല്ലോ. അടുത്തത് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് വരുന്നത് വാഷിംഗ്ടൺ DC. വാഷിംഗ്ടൺ DCയിലാണ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. US. വാഷിംഗ്ടൺ DC, US ആണ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. ഇനി വേൾഡ് ബാങ്ക്. വേൾഡ് ബാങ്ക് വരുന്നത് വാഷിംഗ്ടൺ DC, US തന്നെയാണ് വേൾഡ് ബാങ്ക്. അപ്പം IMFും നമ്മൾ മണിയുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ബാങ്ക്. വേൾഡ് ബാങ്കും IMFും വരുന്നത്. ഇത് രണ്ടും വാഷിംഗ്ടൺ DC ആണെന്ന് ഓർക്കുക. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ UNO, യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ, ന്യൂയോർക്ക് US. ന്യൂയോർക്കിലാണ് UNO ന്യൂയോർക്കിലാണ്. ഇനിയും യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലി. ജനറൽ അസംബ്ലി എവിടെ വരും? യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലി വരുന്നത് എവിടെയാണ്? ന്യൂയോർക്ക്. യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലി ആണ് ന്യൂയോർക്ക്. അടുത്തത് യുണൈറ്റഡ് നേഷൻ ചിൽഡ്രൻസ് ഫണ്ട്. അതായത് നമ്മൾ UNICEF, യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ട്. അതും ന്യൂയോർക്കിലാണ് യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ട്. അപ്പൊ നമ്മൾ ന്യൂയോർക്കിലെ 3 പഠിച്ചായിരുന്നു. ഏതൊക്കെയാണ്? എല്ലാ ഒരു ഓർഡറിൽ തന്നെ ഓർത്തു വെക്കുക. UNO ന്യൂയോർക്ക്, യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലി ന്യൂയോർക്ക്. ഇനി നമ്മൾ യൂണിസെഫ് പഠിച്ചു. യൂണിസെഫ് ന്യൂയോർക്ക്. ഓക്കെ ആണല്ലോ. അത്രയും വരെ ഓർത്തു വെക്കുക. ആദ്യം നമ്മൾ പഠിച്ച 3 ബാങ്ക് AIIB. ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് ബീജിംഗ്, ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് ഷങ്കായി, പിന്നെ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് വരുന്നത് മാനില, ഫിലിപ്പീൻസ്. പിന്നെ വാഷിംഗ്ടൺ DCയിൽ നമ്മൾ 2 പഠിച്ചു. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടും വേൾഡ് ബാങ്കും. പിന്നെ UNO വരുന്നത് ന്യൂയോർക്ക്, യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലി വരുന്നത് ന്യൂയോർക്ക്. പിന്നെ യുണിസെഫ്, യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ട് വരുന്നതും ന്യൂയോർക്ക്. അത്രയും ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO വരുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. WHO എന്ന് പറയുന്നത് ജനീവ സ്വിറ്റ്സർലൻഡിലാണ് WHO വരുന്നത്. ജനീവയിലാണ് WHO. വേൾഡ് എക്കണോമിക് ഫോറം വരുന്നത് ജനീവ. അപ്പൊ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും വേൾഡ് എക്കണോമിക് ഫോറവും വരുന്നത് ജനീവ, സ്വിറ്റ്സർലൻഡ് ആണ്. ഇത് രണ്ടും സ്വിറ്റ്സർലൻഡ്, ജനീവയാണ്. അടുത്തത് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. നമ്മളിപ്പോൾ ജനീവയിലുള്ളതിനെ പറ്റിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് നമ്മൾ പറഞ്ഞു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, വേൾഡ് എക്കണോമിക് ഫോറം, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. അടുത്തത് നമ്മൾ നോക്കുന്നത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ജനീവ. ഓക്കെ ആണല്ലോ. അടുത്ത നോക്കാം.
വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ, വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ ജനീവയിലാണ് വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ. അടുത്തത് വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ, വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ ജനീവയിൽ വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ. അടുത്തത് നമ്മുടെ റെഡ് ക്രോസ് ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ജനീവയാണ്, ഇമ്പോർട്ടന്റ് ആണ്. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് റെഡ് ക്രോസ് എന്ന് പറയുന്നത് ജനീവയിലാണ്. അടുത്ത ഇമ്പോർട്ടന്റ് ആണ് യുനെസ്കോ പാരീസിലാണ്. പാരീസ് ഫ്രാൻസ് ആണ് യുനെസ്കോ എന്ന് പറയുന്നത്. യുണൈറ്റഡ് നേഷൻ എഡ്യൂക്കേഷണൽ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ ആണ് യുനെസ്കോ, അത് പാരീസ് ഫ്രാൻസിലാണ്. അടുത്ത ഇമ്പോർട്ടന്റ് ആണ് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി എന്ന് പറയുന്നത് വിയന്ന ഓസ്ട്രിയയിലാണ് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി എന്ന് പറയുന്നത്. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഒപെക് ആണ്. ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് ആണ്. ഒപെക്കിന്റെ ഫുൾ ഫോം, അതും വിയന്ന തന്നെയാണ്, വിയന്ന ഓസ്ട്രിയ. അപ്പൊ വിയന്ന ഓസ്ട്രിയയിലെ രണ്ടെണ്ണം നമ്മൾ പഠിച്ചിരുന്നു. ഒന്ന് പെട്രോളിയമായിട്ട് ഇപ്പം പറഞ്ഞ ഒപെക്കും, പിന്നെ നമ്മുടെ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി, രണ്ടും വിയന്ന ഓസ്ട്രിയ ആണ്. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആണ് ആംനസ്റ്റി ഇന്റർനാഷണൽ, ലണ്ടൻ യു കെ ആണ് ആംനസ്റ്റി ഇന്റർനാഷണൽ. അടുത്തത് ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ, ലണ്ടൻ യു കെ തന്നെയാണ്. ലണ്ടൻ യു കെയിലാണ് ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ. അപ്പൊ രണ്ടെണ്ണം പഠിച്ചു, ആംനസ്റ്റി ഇന്റർനാഷണലും ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷനും ലണ്ടൻ യു കെയിലാണ്. അടുത്ത ലണ്ടനിലുള്ളതാണ് കോമൺവെൽത്ത് ഓർഗനൈസേഷൻ എവിടെയാണ്? കോമൺവെൽത്ത് ഓഫ് നേഷൻ ലണ്ടൻ യു കെയിലാണ് കോമൺവെൽത്ത് ഓഫ് നേഷൻ. അടുത്തത് സാർക്ക്, സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ, അത് കാഠ്മണ്ഡു ആണ്, ഇമ്പോർട്ടന്റ് ആണ്. കാഠ്മണ്ഡു, നേപ്പാൾ. ഇതെല്ലാം ഇന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആണ്. പല എക്സാംസിനായിട്ട് പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. സാർക്ക്, കാഠ്മണ്ഡു, നേപ്പാൾ. അടുത്തത് ആസിയാൻ, ASEAN, അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് നേഷൻ, ആസിയാൻ, ഇൻ ജക്കാർത്ത, ഇന്തോനേഷ്യ. ജക്കാർത്ത, ആസിയാൻ. അടുത്തത് അപെക്, APEC, ഏഷ്യ പസഫിക് എക്കണോമിക് കോർപ്പറേഷൻ, സിംഗപ്പൂരിലാണ്. സിംഗപ്പൂർ. ഓക്കെ ആണല്ലോ. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് NATO, NATO, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, ബ്രൂസൽസ്, ബെൽജിയം. ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ, ICC, ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ വരുന്നത് ദുബായിലാണ്. UAE ആണ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ.